ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സർക്കാർ പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിയാൽ മാത്രമാണ് രാജ്യത്ത് വികസനം സാധ്യമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്തും. കൊച്ചിയിൽ അദ്ദേഹം നാളെ റോഡ് ഷോയിൽ പങ്കെടുക്കും. മകരജ്യോതി ദർശന സായുജ്യത്തിൽ ശബരിമല. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയ്ക്ക് സാക്ഷിയായി സന്നിധാനം. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. KYC നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്ത ഫാസ്ടാഗുകൾ ഈ മാസം 31 മുതൽ പ്രവർത്തനരഹിതമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. സർക്കാർ പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിയാൽ മാത്രമാണ് രാജ്യത്ത് വികസനം സാധ്യമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ജൻമൻ പദ്ധതിയുടെ 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് PM ആവാസ് യോജന ഗ്രാമീണിന്റെ ആദ്യ ഗഡു വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവർക്കായി സമർപ്പിക്കപ്പെട്ടതായിരുന്നു തന്റെ സർക്കാരിന്റെ 10 വർഷത്തെ കാലയളവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. हमारे देश का विकास तभी हो सकता है जब समाज में कोई छूटे नहीं, हर किसी तक सरकार की योजनाओं का लाभ पहुंचे. सरकार पूरी ताकत लगा रही है कि हमारे अति पिछड़े जनजातीय भाई बहनों तक सरकार की हर योजना जल्द से जल्द पहुंचे. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള വിവിധ സർക്കാർ സംരംഭങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി ജൻമൻ പദ്ധതി ഗുണഭോക്താക്കളുമായും അദ്ദേഹം സംവദിച്ചു. രാജ്യത്തെ ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമം ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ നവംബറിൽ പ്രധാനമന്ത്രി ജൻമൻ പദ്ധതിക്ക് തുടക്കമിട്ടത്. 24,000 കോടിയോളം രൂപയാണ് പദ്ധതിക്കായുള്ള ബജറ്റ് വിഹിതം. 9 മന്ത്രാലയങ്ങളുടെ പിന്തുണയോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. വൈകിട്ട് 5 മണിയോടെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം എറണാകുളം നഗരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. ബുധനാഴ്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന അദ്ദേഹം മുൻ MP സുരേഷ് ഗോപിയുടെ മകളുടെ ഉൾപ്പെടെ 4 വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തും. തുടർന്ന് പിന്നീട് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കുന്ന ചടങ്ങിൽ തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4,000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ BJP നേതാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത ശേഷം പ്രധാനമന്ത്രി ന്യൂഡൽഹിക്ക് മടങ്ങും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മേഘാലയ അസം സന്ദർശനത്തിന് തുടക്കമായി. മേഘാലയയിലെ ടുറയിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ ഫഗു ചൌഹാൻ, മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. മേഘാലയ ഗെയിംസിന്റെ ഉദ്ഘാടനം ടുറയിലെ PA സാഗ്മ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി നിർവഹിച്ചു. ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യമേകി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. ശരണം വിളികളാൽ ഭക്തിസാന്ദ്രമായി ശബരിമല. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയ്ക്ക് സന്നിധാനം സാക്ഷ്യം വഹിച്ചു. ദർശന സുഹൃതത്തോടെ ഭക്തർ മലയിറങ്ങി തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. മകരസംക്രമ സന്ധ്യയിൽ ഭക്തിയുടെ പാരമ്യത്തിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയുടെ മഹാദീപാരാധന 6:35 നടന്നു. തുടർന്ന് കിഴക്കൻ ചക്രവാളത്തിൽ ഉത്രം നക്ഷത്രം ഉദിച്ചു. 6:47 പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. തുടർന്ന് 2 തവണ കൂടി ജ്യോതി മിന്നിമറഞ്ഞു. മകരവിളക്ക് മഹോത്സവത്തെ തുടർന്ന് ഇന്നു മുതൽ 18ാം പടിക്ക് മുന്നിലേക്ക് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പും നായാട്ടുവിളിയും നടക്കും. ഇന്ന് രാത്രി മണിമണ്ഡപത്തിൽ കളമെഴുത്തു നടക്കും. തിക്കും തിരക്കുമില്ലാതെ മലയിറങ്ങാൻ ദേവസ്വം ബോർഡ്, വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയും പിഴവില്ലാത്ത ഏകോപനവുമാണ് തീർത്ഥാടകർക്കായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. KSRTC 800 ബസ്സുകൾ സംസ്ഥാന വ്യാപകമായി ഇന്ന് സർവീസ് നടത്തും. ഈ മാസം 20 വരെ ഭക്തർക്ക് ദർശനം നടത്താം. കഴിഞ്ഞ 9 വർഷത്തിനിടെ രാജ്യത്ത് ഏകദേശം 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയതായി നീതി ആയോഗ്. ഇക്കാലയളവിൽ ദരിദ്രരുടെ എണ്ണം 29% നിന്ന് 11% കുറഞ്ഞതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പേർ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയത്. 6 കോടിയോളം പേർ UPയിൽ മാത്രം ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തി. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം, ഭാവി സഹകരണം തുടങ്ങിയവ സംബന്ധിച്ച് പുടിനുമായി ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങൾ, റഷ്യയുടെ ബ്രിക്സ് അധ്യക്ഷത എന്നിവയും സംഭാഷണത്തിൽ വിഷയമായെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ശാസ്ത്രബുദ്ധി വളർത്തേണ്ടതിനെക്കുറിച്ച് ഭരണഘടന പരാമർശിക്കുന്നുണ്ടെന്നും കേരളം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹ നന്മയ്ക്കായി ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുക എന്ന ദൌത്യം ശാസ്ത്ര സമൂഹം ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തോന്നയ്ക്കൽ ലൈഫ് സയൻസസ് പാർക്കിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, ആർ ബിന്ദു, കെ എൻ ബാലഗോപാൽ, ജി ആർ അനിൽ, പ്രമുഖ ശാസ്ത്രജ്ഞർ, അക്കാദമിക് വിദഗ്ധർ തുടങ്ങിയവർ സന്നിഹിതരായി. 25 ഏക്കർ വിസ്തൃതിയിൽ 18 പവലിയനുകളിലായാണ് ഒരു മാസം നീളുന്ന ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് രാജ്യത്തുടനീളം കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വികസിത് ഭാരത് സങ്കല്പയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം ഉഴമലയ്ക്കലിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ചവർ മനസ്സിൽ കണ്ട ഇന്ത്യ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനമാണ് ഇനിയുള്ള 25 വർഷക്കാലം രാജ്യത്ത് നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ പര്യടനത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് ഉഴമലയ്ക്കൽ പഞ്ചായത്തിൽ പരിപാടി നടന്നത്. പൊന്മുടിയിലെ സീതാതീർത്ഥത്തിൽ നടക്കുന്ന മകരപൊങ്കാല ഉത്സവത്തിലും ശ്രീ മുരളീധരൻ ഇന്ന് പങ്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ നാളെ കേരളത്തിലെത്തും. കോട്ടയം ജില്ലയിൽ നാളെ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ തിരുനക്കരയിലും ഉച്ചയ്ക്ക് ശേഷം നാഗമ്പടത്തുമാണ് പരിപാടി. മറ്റന്നാൾ അദ്ദേഹം ശബരിമലയിൽ ദർശനം നടത്തും. KYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത ഫാസ്ടാഗുകൾ ഈ മാസം 31 മുതൽ പ്രവർത്തനരഹിതമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഒരു വാഹനത്തിന് ഒന്നിലധികം ഫാസ്ടാഗുകൾ ഉപയോഗിക്കുന്നതും ഒരു ഫാസ്ടാഗ് ഒന്നിലധികം വാഹനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതും തടയുന്നതിനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. RBIയുടെ ഉത്തരവ് ലംഘിച്ച് KYC ഇല്ലാതെ ഫാസ്ടാഗുകൾ അനുവദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. ഫാസ്ടാഗ് ഉപയോക്താക്കൾ ഒരു വാഹനം ഒരു ഫാസ്ടാഗ് എന്ന മാനദണ്ഡം കൃത്യമായി പാലിക്കണമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നിർദ്ദേശം നൽകി. 76ാമത് കരസേനാ ദിനം രാജ്യം ഇന്ന് ആചരിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ കരസേനാ ദിനത്തിൽ ആശംസകൾ നേർന്നു. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ കരസേന നിർണായക പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സൈനികരുടെ അസാധാരണ ധീരതയെയും ത്യാഗത്തെയും രാജ്യം ബഹുമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉത്തർപ്രദേശിലെ ലഖ്നൌ ഗൂർഖ റൈഫിൾസ് റെജിമെന്റൽ സെന്ററിൽ നടന്ന പരേഡിൽ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ അഭിവാദ്യം സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പാർട്ടി അധ്യക്ഷ മായാവതി. ലഖ്നൌവിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. തെരഞ്ഞെടുപ്പിനായി മറ്റു പാർട്ടികളുമായി BSP സഖ്യം രൂപീകരിക്കില്ല. മറ്റു കക്ഷികളുമായി സഹകരിക്കുന്നത് വോട്ടെടുപ്പിന് ശേഷം പരിഗണിക്കുമെന്നും അവർ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ നിന്ന് താൻ വിരമിച്ചെന്ന് ചില മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടുകൾ മായാവതി തള്ളി. സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയായിരുന്നു 2019 തെരഞ്ഞെടുപ്പിനെ BSP നേരിട്ടത്. മകരസംക്രാന്തി, പൊങ്കൽ, ഉത്തരായൻ, മാഘ് ബിഹു തുടങ്ങിയ വിളവെടുപ്പ് ഉത്സവങ്ങൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് ആഘോഷിക്കുന്നു. ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്കുള്ള സൂര്യന്റെ സഞ്ചാരത്തിന് ആരംഭം കുറിക്കുന്ന ദിവസമാണ് മകരസംക്രാന്തിയായി ആഘോഷിക്കുന്നത്. ശൈത്യകാലത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് ഈ ഉത്സവങ്ങൾ. തമിഴ്നാട്ടിൽ ഇന്ന് തൈപ്പൊങ്കൽ ആഘോഷിക്കുകയാണ്. തമിഴ്നാടിനോട് ചേർന്നുള്ള കേരളത്തിലെ അതിർത്തി ഗ്രാമങ്ങളും പൊങ്കൽ ആഘോഷത്തിന്റെ നിറവിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇറാനിലെ ചബഹാർ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി സഹകരണം ചർച്ച ചെയ്ത് ഇന്ത്യയും ഇറാനും. ഇറാൻ സന്ദർശനത്തിനിടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ മന്ത്രി മെഹർദാദ് ബാസർപാഷയുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ സംഭാവനകൾ പരിചയപ്പെടുത്തുന്ന മ്യൂസിയമായ പ്രധാനമന്ത്രി സംഗ്രഹാലയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സന്ദർശിച്ചു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാർക്കായി സമർപ്പിച്ചിരിക്കുന്ന ഗാലറികൾ ഓർമ്മകൾ പുതുക്കുന്നതിന് സഹായിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിയാൽ മാത്രമാണ് രാജ്യത്ത് വികസനം സാധ്യമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്തും. കൊച്ചിയിൽ അദ്ദേഹം നാളെ റോഡ് ഷോയിൽ പങ്കെടുക്കും. മകരജ്യോതി ദർശന സായുജ്യത്തിൽ ശബരിമല. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയ്ക്ക് സാക്ഷിയായി സന്നിധാനം. കേരള ഗ്ലോബൽ സയൻസസ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. KYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത ഫാസ്ടാഗുകൾ ഈ മാസം 31 മുതൽ പ്രവർത്തനരഹിതമാകുമെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.